പ്രധാനമന്ത്രി കണ്ണൂരിലെത്തിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. അതായത് വയനാട്ടിലെ ജനങ്ങളുടെ ദുരിതം നേരിട്ട് കാണാൻ, വയനാട് ദുരന്തത്തിന്റെ വ്യാപ്തി അറിയാൻ പ്രധാനമന്ത്രി അവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ദൃശ്യങ്ങളാണ്. പ്രത്യേക വിമാനത്തിൽ പ്രധാനമന്ത്രി കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. കൃത്യമായി നിശ്ചയിച്ച സമയത്ത് തന്നെ അദ്ദേഹം കണ്ണൂരിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന്റെ സന്ദർശന പരിപാടികൾ ഹെലികോപ്റ്റർ മുഖേനയുള്ള വയനാട്ടിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയും ഒപ്പം ഗവർണറും ചേർന്ന് വിമാനത്താവളത്തിൽ സ്വീകരിക്കും. അതിനുശേഷം അവരും അദ്ദേഹത്തോടൊപ്പം ഹെലികോപ്റ്ററിൽ അനുഗമിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദുരന്ത മേഖലകളിലേക്ക് പ്രധാനമന്ത്രി എത്തുകയാണ്. കേരളം കാത്തിരിക്കുന്ന നമ്മുടെ ഈ ദുരന്തത്തെ മറികടക്കാൻ വയനാടിൻ്റെ പുനർനിർമ്മാണത്തിന് ആവശ്യമായ സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ കേന്ദ്ര സംഘത്തിൻ്റെ ഉദ്യോഗസ്ഥ സംഘത്തിൻ്റെ ഇടപെടൽ, അവരുടെ കണക്കെടുപ്പുകൾ പൂർത്തിയായിരുന്നു. ഇന്ന് പ്രധാനമന്ത്രി കൂടി എത്തുന്നതോടെ കേരളം നേരിട്ട സമാനതകളില്ലാത്ത ഈ ദുരന്തം അദ്ദേഹം നേരിട്ട് കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് വലിയൊരു സഹായം, കേന്ദ്ര സഹായം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. രഞ്ജിത്ത് പ്രധാനമന്ത്രി എത്തിച്ചേർന്നിരിക്കുന്നു. നേരത്തെ നിശ്ചയിച്ചതും അല്പം നേരത്തെയാണ് അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ ആരംഭിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഒരു പൂർണ്ണ സമയം അദ്ദേഹം വയനാട് മേഖലകളിൽ ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ, നമുക്ക് നൽകുന്ന പ്രതീക്ഷകൾ വാനോളമാണ്. എന്തൊക്കെയാണ് തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും? നമുക്ക് ആരംഭിക്കാം. തീർച്ചയായും സജിത്ത്, വലിയ പ്രതീക്ഷയിലാണ് വയനാട് ഉള്ളത് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, പ്രധാനമന്ത്രി വരുന്നതോടെ ഈ സന്ദർശനത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഇത്രയധികം പ്രശ്നങ്ങളിൽ പെട്ടുകിടക്കുന്ന ഒരു സ്ഥലം, വയനാട് പോലെ ഒരുപാട് സഹായങ്ങൾ വേണ്ട ഒരു പ്രദേശം, അവിടേക്കാണ് അദ്ദേഹം എത്തിച്ചേരുകയും ഇത്തരത്തിൽ സന്ദർശനം നടത്തുകയും മറ്റും ചെയ്യുന്നത്. അല്പം മുമ്പാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി വഹിച്ചുള്ള പ്രത്യേക വിമാനം എത്തിച്ചേർന്നത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും അദ്ദേഹത്തിനൊപ്പമുണ്ട്. മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുന്നുണ്ട്. ഇവിടെ തൊട്ടടുത്ത് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തിന് തൊട്ടടുത്ത് അവിടെ അടുത്ത് തന്നെ മറ്റ് മന്ത്രിമാരുടെ ഒരു സാന്നിധ്യമുണ്ട്. മറ്റ് മന്ത്രിമാരും ഇവിടെ നിരവധിയായി, റിയാസ് അടക്കമുള്ളവർ പലരും നമ്മൾ തന്നെ സംസാരിച്ചിരുന്നു. അവരുടെയൊക്കെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വയനാട് പ്രതീക്ഷിക്കുന്നത് വലിയ സഹായമാണ്. 2000 കോടി രൂപയുടെ ഒരു പാക്കേജ്, അത്തരത്തിലൊരു സഹായം പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് കേന്ദ്രം ഇന്നലെ തന്നെ. അത് അത്രയും തുക ലഭ്യമാകുമോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരയണം. അദ്ദേഹം ദുരന്തബാധിത മേഖലകളിലേക്ക് പോകും. അതിനുശേഷം അദ്ദേഹം ഒരു അവലോകന യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാകുന്നത്. വയനാടിൻ്റെ ദുരിതം അനുഭവിച്ച ഒരു പ്രയാസം അത് നേരിട്ടറിയുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ ഈ ദുരന്തമുണ്ടായി 12 ദിവസം പിന്നിടുന്ന ഒരു വേള കൂടിയാണ്. ഏതാണ്ട് 2 ആഴ്ചയിലേക്ക് കാര്യങ്ങൾ അടുക്കുന്നു. ഈ തെരച്ചിൽ നടപടികൾ ഇന്നലെ നമുക്കറിയാം, ജനകീയ തെരച്ചിലിലേക്ക് കാര്യങ്ങൾ എത്തിയ ഒരു പശ്ചാത്തലം കൂടി ഇതിലൂടെ ചേർത്ത് വെക്കണം. ജനകീയ തെരച്ചിലിന് ശേഷം ഇന്ന് തെരച്ചിൽ നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ തുടർന്നാണ് തെരച്ചിൽ നിർത്തിവെച്ചിരിക്കുന്നത്. നാളെ മുതൽ സജീവമായി തന്നെ വീണ്ടും തെരച്ചിൽ ആരംഭിക്കും എന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേപ്പാടിയിൽ നിന്നും നമുക്ക് എം എസ് സനീഷ് കുമാറിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് പോകണം. ടി സിദ്ദിഖ് MLA, അദ്ദേഹം സജീവമായി രക്ഷാപ്രവർത്തനത്തിൽ ആദ്യം മുതൽ തന്നെ ഉള്ള ആളാണ്. അനീഷ്, എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? പ്രധാനമന്ത്രിയോട് എന്താണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്?